വിഷരമയിൽ വന്ന താഴത്തെ സാധനം നോക്കൂ. ഇതിനെ മാധ്യമ പ്രവർത്തനം എന്നല്ല, കൃമികടി എന്നേ വിശേഷിപ്പിക്കാനാകൂ. CPM സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച AKG സെന്ററിന്റെ ഉദ്ഘാടന വാർത്തയാണ്. ഏപ്രിൽ 23-നാണ് ഉദ്ഘാടനം. ആ തീയതിയെക്കുറിച്ച് കവടി നിരത്തി ഫലം പ്രവചിച്ചിരിക്കുന്നു. ആ പത്രത്തിന്റെ സ്കൂൾ ഓഫ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജ്യോത്സ്യവും മാധ്യമ വിദ്യാർത്ഥികൾക്കുള്ള കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെ നിന്നും പഠിച്ച ഏതെങ്കിലും ജ്യോതിഷ പണ്ഡിതനാണോ അതോ പഠിപ്പിച്ച പണ്ഡിത ശിരോമണി മാപ്രമാഷാണോ ഈ സാധനം കവടി നിരത്തി സൃഷ്ടിച്ചതെന്ന് കവടി നിരത്തി തന്നെ ഗണിച്ചെടുക്കേണ്ടി വരും. അന്ന് ശുഭദിനം, പത്താം ഉദയം നാൾ ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമെന്നാണ് വിശ്വാസം. എന്നിങ്ങനെ പോകുന്നു കൃമികടി. വായനക്കാരന് എന്താണ് തോന്നുക? അല്ലെങ്കിൽ വായനക്കാരനിൽ നിന്ന് എന്ത് വിഷമാണ് കുത്തിക്കയറ്റാൻ നോക്കുന്നത്? വൈരുദ്ധ്യാഷ്ഠിത ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനം നിശ്ചയിച്ചതുപോലും നല്ല ദിവസം നോക്കിയാണെന്ന് വരുത്തണം. അതുമാത്രമോ, മന്ദിരത്തിന് കാവ്യമായി സാമ്യമുള്ള കളറാണെന്ന് ആരോപണമുണ്ടല്ലോ എന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. സെക്രട്ടറി അതിനെ പുച്ഛിച്ചു തള്ളി. അതും വളച്ചടിച്ച് പിടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടോ കാവ്യെന്ന് തോന്നിപ്പിക്കാൻ ലോങ് ഷോട്ടിൽ ഒരു ചിത്രവും. ആ ചിത്രം നോക്കിയാൽ അറിയാം കൃമികഴിയുടെ അടുത്ത ഭയാനക വേർഷൻ. ചിത്രത്തിൽ കാണുന്ന ചെടികൾക്ക് പച്ച നിറമില്ല. കെട്ടിടത്തിന്റെ കളർ കാവ്യാക്കാനുള്ള ഫോട്ടോഷോപ്പിനിടെ പച്ചയും മങ്ങിയിരിക്കുന്നു. ഇഷ്ടിക നിറം അല്ലെങ്കിൽ ചെങ്കല്ല് നിറത്തെ കാവ്യാക്കാനുള്ള ക്രിമിനൽ മനസ്സ്. കെട്ടിടത്തിന് കാവ്യ നിറമെന്ന ആരോപണം ഉന്നയിച്ചതും മനോരമ മാപ്ര. അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവിടെയുള്ള മറ്റു മാപ്രകളുടെ തലതിരിവും. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നതിനു പകരം കഥയുണ്ടാക്കിയതും നീയേ മാപ്ര, ഫോട്ടോഷോപ്പ് നടത്തിയതും നീയേ മാപ്ര എന്ന് കാലത്തിനനുസരിച്ച് മാറ്റി വായിക്കാം. ഓർമ്മയില്ലേ പണ്ടൊരു ചാനൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ അപമാനിക്കാൻ ഒരു കഥയുണ്ടാക്കിയത്? പ്രമേഹ നിയന്ത്രണത്തിന് തോളിൽ ഘടിപ്പിച്ച യന്ത്രത്തിന്റെ ചിത്രം ഒളിഞ്ഞിരുന്ന് പകർത്തിയ ശേഷം ഏലസ് കെട്ടിയതാണെന്ന് വാർത്തയാക്കി. ഇത്തരം ഞരമ്പുകളുടെ വംശം അറ്റുപോകുന്നില്ല എന്നാണ് ഇന്നത്തെ വിശരമ സാക്ഷ്യപ്പെടുത്തുന്നത്. ദുഷ്ടന്മാർ പന പോലെ വളരുമെന്നാണല്ലോ.